ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ദുബായൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു സിഡ്നിയൊക്കെ അങ്ങനത്തെ സിറ്റിയാണ്. അങ്ങനെയല്ല ഒരിക്കലും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ You're the name with the G, right? Yeah, Guillaume. Guillaume, yeah. It's Will in English. Will, okay. Yeah. How was you? Nathan. Nathan, right? Okay. Nice to meet you. That's great to meet you. Guys, അങ്ങനെ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളി കാലാവസ്ഥ, എപ്പോൾ വേണേലും മഴ പെയ്യും. നമ്മുടെ ലോറൻസോ ബായ് വീണ്ടും ഫ്രണ്ട് ഉണ്ട്. പുള്ളിയും പുള്ളിയുടെ C1000ഉം ഒരു വൈബ് തന്നെ കേട്ടോ പുള്ളി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒറ്റയ്ക്ക് റൈഡ് പോകുന്നതും നല്ല ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നതും തമ്മിൽ നല്ല വൈബ് വ്യത്യാസം കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി റോഡ് നമ്മൾ കുറേ കാലമായി അങ്ങോട്ട് പോയിട്ട് വെയിലില്ല, മഴ മൂടി കിടക്കുന്നു, മഴ ചാറുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ടൗണ് വിടും. പിന്നെ നമ്മൾ നേരെ സിറ്റി സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഫോറസ്റ്റ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഒരു ഫ്രാൻസുകാരൻ പയ്യനാണ് പുറകെ വരുന്നത്. നമ്മളിപ്പോൾ ഒരു BMW അപ്പച്ചനുണ്ടായിരുന്നു, ഖായ് എന്ന് പറഞ്ഞ്. പുള്ളിക്കാരനെ കാണുന്നില്ലല്ലോ ഗൈസ്. അങ്ങനെ എല്ലാ സ്പോർട്സ് ബൈക്കിൻ്റെയും കൂടെ നമ്മുടെ ഹാർലിയും കൊണ്ട് പോകുമ്പോൾ ഒരു വേറെ ഫീല്. പക്ഷേ നമ്മുടെ അപ്പച്ചനെ കാണാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി. വെയിറ്റിംഗ് ഫോർ ദ അപ്പച്ചൻ. അപ്പോൾ 57 മിനിറ്റ് 65 കിലോമീറ്റർ. അങ്ങനെ നമ്മുടെ ബ്രോ തിരിച്ചെത്തി. ഈ പുള്ളിക്കാരൻ ഇപ്പോഴേ റിട്ടയർമെൻ്റ് ആയിട്ടോ. ചെറിയ പ്രായത്തിൽ പൈസ സേവ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലിട്ട് വീട് വാങ്ങിച്ച് പുള്ളി വീടിൻ്റെ ലോൺ അടച്ച് തീർത്ത്. ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പുള്ളിക്ക് എത്രയാണ്, 38-39 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഹൈവേസ് പുള്ളി റിട്ടയറായി. അങ്ങനെ നമ്മുടെ ലോ റൈഡർ ചെക്കനെ കൊണ്ടുള്ള അടുത്തൊരു ലോങ് റൈഡ്. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ KSRTC ഒക്കെ പോലെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ്. ഓരോ ബസ്സിനും ഓരോ നമ്പർ കാണും. 740 ഓരോ സ്ഥലത്തോട്ട് പോകുന്നതനുസരിച്ച്. പക്ഷേ അങ്ങനെ എനിക്കറിയത്തില്ല എത്ര കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോറസ്റ്റ് റോഡ് കയറുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ബാക്കി അപ്പച്ചനും ബാക്കി ആൾക്കാരും ബാക്കി വരുന്നുണ്ട്. 3 പേരുണ്ട് പുറകിൽ. ഇപ്പം തന്നെ ചില സിറ്റിയൊക്കെ വിട്ടു തുടങ്ങി. നമ്മൾ ചില കൺട്രി സൈഡ് കയറാൻ തുടങ്ങി. ഇതാണ് നമുക്ക് വേണ്ടിയത്. ഈ വ്യൂ, മരങ്ങളൊക്കെ ദാണ്ട് ഇലയെല്ലാം പോയി ഉണങ്ങി നിൽക്കുക. അതോ ഇല തിരിച്ചു വരുവാന്നോ? ഐ തിങ്ക് ഇല തിരിച്ചു വരുന്ന സമയമായെന്തോ. ഇനിയിപ്പോൾ ഇവിടെ വിൻ്റർ വരാൻ പോവുക. അടുത്ത മാസം തൊട്ട് തണുപ്പ് തുടങ്ങും. എപ്പോഴാണ് കുറേ പേര് പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ശരിക്കും സമ്മറാണ്, പക്ഷേ കുഴപ്പമില്ലാത്ത അത്ര വലിയ ചൂടില്ല. വെച്ചിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും there is nothing like riding motorcycles. ഇതൊരു ഫീലാണ്. ഇത്ര നല്ലൊരു ഫീല് നമുക്ക് വേറെ സാധനം എനിക്കറിയത്തില്ല, എനിക്ക് കിട്ടത്തില്ല. വെൽക്കം ടു ഹിസ്റ്റോറിക് വിൻസ്ഡോർ. വിൻസ്ഡോർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൗൺ. വിൻസ്ഡോറിൽ നിന്ന് അങ്ങോട്ടാണ് പിന്നെ പഴയ റീജിയണൽ ടൗണുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വിൻസ്ഡോറിൽ നിന്നാണ് നമ്മളെപ്പോഴും മോസ്റ്റ്ലി റൈഡ് പോകുന്ന എല്ലാ സ്ഥലവും ഈ റൂട്ടിൽ നിന്ന്. ഇതെന്താ അറിയത്തില്ല, മറ്റേ കോണാണോ ഷുഗർ കെയിൻ ആണോ എന്താണോ, എന്തൊരു സംതിങ് കൃഷി. അങ്ങനെ നമ്മളപ്പോൾ ഉള്ളവർ വീണ്ടും സിഗ്നലിൽ പെട്ടുപോയി. നമ്മുടെ 80 കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. Just a lot of vibration. Brand new, yeah. It's comfy, it's comfortable. അങ്ങനെ ഈ സൈഡ് മൊത്തം നമ്മുടെ പശുവിനുള്ള പുല്ലും സാധനങ്ങളും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ.
45 കിലോമീറ്ററൂടെ ഉള്ളൂ നമ്മൾ നമ്മുടെ കോളോ ഹൈറ്റ്സ്. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഭയങ്കര ദുബായ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു സിഡ്നിയൊക്കെ അങ്ങനത്തെ സിറ്റിയാണ്. അങ്ങനെയല്ല ഒരിക്കലും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലാണ്. ഇവിടെ സിഡ്നി സിറ്റി ആണെങ്കിൽ പോലും എല്ലാം പഴയ 1880-കളിലും 1891-ലൊക്കെ ഉള്ള ബിൽഡിങ്സ് ആണ് കൂടുതലും. ക്യൂയിൻ വിക്ടോറിയ ബിൽഡിംഗ് അങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനെ പഴയ ലോറികൾ, പഴയ സ്ഥലം, ഫാം ലാൻഡുകൾ ഇഷ്ടം പോലെ. അല്ലാതെ ഇങ്ങോട്ടൊക്കെ ഒത്തിരി പേര് കയറി വരുമ്പം അവർ ഒരുമാതിരി നമ്മുടെ ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ അവർ ആ ഒരു ഇതോടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് കുറ്റം പറയും, അയ്യോ ഇവിടെ ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ ആൾക്കാർക്കുള്ള സ്ഥലമേ അല്ല. ഇതൊരു ഭയങ്കര ഒരു പഴയ ഒരു ബ്രിട്ടീഷ് കൺട്രി സൈഡ് ലൈഫാണ് ഇവിടെ. UK പോലെ പോലും അല്ലെന്ന് തോന്നുന്നു. UK ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എന്നാലും എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഒത്തിരി പേര് അങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇവിടെ അടിപൊളി സ്വർഗ്ഗമാണ് ഇവിടെ. ഈ ഒരു സ്ലോ ലൈഫ് സ്റ്റൈല്, ഈ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു തിരക്ക് പിടിച്ച് സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാതെ ഇങ്ങനെ പച്ചപ്പും ഗ്രീനറിയും നേച്ചറും സ്ലോ ആയിട്ടുള്ള ലൈഫും, എന്നിട്ട് നല്ലതായിട്ട് ഒരു വീട് വാങ്ങിച്ച് സെറ്റിലായി നാട്ടിൽ താമസിക്കുന്ന പോലെ, എന്നാൽ ഒത്തിരി അഡ്വാൻസ്ഡ് അല്ല, നമ്മുടെ പഴയ രീതിയിൽ താമസിക്കാൻ താല്പര്യമുള്ള അങ്ങനത്തെ ആൾക്കാർക്കുള്ള സ്ഥലമാണിത്. സിറ്റി ലൈഫ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പുള്ളി പറഞ്ഞിരുന്നു ഇനി വേറെ പെട്രോൾ പമ്പൊന്നും ഇല്ല, ദിസ് ഈസ് ദ ലാസ്റ്റ് പെട്രോൾ പമ്പ് എന്ന്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ ശരിക്കുള്ള കൺട്രി സൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഓസ്ട്രേലിയ. ഇതാണ് അധികം വീടുകളില്ല, ഭയങ്കര ഒരു സെറ്റ് ബാക്ക് ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര കൂടുതലാണ്. വർക്കാഹോളിക്കായിട്ട് പോലീസുണ്ട് എന്നാണ് പുള്ളി കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ പട്ടി റോഡിൽ എപ്പോഴും അതാണ്ട് പോലീസ് നിൽക്കുന്ന ബൈക്കും കൊണ്ട് പൊളിഞ്ഞ അവിടെ. കുതിരകൾ, ഇഷ്ടം പോലെ കുതിരകൾ. ഇവിടെ വേറെ പെട്രോൾ പമ്പുണ്ട്. ഈ പെട്രോൾ പമ്പ് എൻ്റെ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിലുണ്ടായിരുന്നു. ഈ പെട്രോൾ പമ്പ് ഞാൻ വർഷം കൊണ്ട് റൈഡ് പോയ വീഡിയോയിൽ ഇവിടെ നിന്നാണ് ലാസ്റ്റ് പെട്രോൾ അടിച്ച് ഞങ്ങൾ തിരിച്ചു പോയത്. പട്ടി റോഡ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പട്ടി റോഡ്. धूप टूट के कांच की तरह चुभ गई तो क्या अब देखा जाएगा, आंधियां कई दिल में है मेरे. നമ്മൾ ഓടിക്കുന്നതന്നെ, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതന്നെ, ബൈക്ക് ഓടിക്കുന്നതന്നെ നമ്മുടെ ഒരു എല്ലാം ഒരു ഫ്രീ ആവാനും നമ്മുടെ ആ ഒരു പാഷൻ, നമ്മുടെ ആ ഒരു ബൈക്കിനോടുള്ള ബന്ധം. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, സ്പോർട്സ് ബൈക്കിംഗ് കൊണ്ട് നമ്മൾ ഇവിടെ വരുന്നതും ഹാർലിയും കൊണ്ട് വരുന്നതും തമ്മിൽ എൻറ്റയർലി 2 ഡിഫറെൻറ്റ് എന്താ പറയുക എക്സ്പീരിയൻസാണ്. പൊളി കേട്ടോ, അടിപൊളി വൈബ്, ഒരു രക്ഷയില്ല. ഹാർലിംഗ് കൊണ്ടാണ് ഇവിടെ ഫീല്. വ്യൂ നോക്കൂ ഗൈസ്. വണ്ടിക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. ഒരു ലൈറ്റ് അടിച്ച് കാണിച്ചിരുന്നുണ്ടല്ലോ, നമുക്കറിയുന്ന ബൈക്ക് പോലീസുകാർ അവിടെ ഇവിടെ നിൽപ്പുണ്ടെന്ന്. ഫോട്ടോഗ്രാഫർ ആ ചേട്ടൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവേ. ആ പുള്ളിയുടെ അക്കൗണ്ട് നോക്കണം. ആ പുള്ളി എന്നിട്ട് ഇതാ പുള്ളിയുടെ ജോലി. പുള്ളി അവിടെ നിന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് എല്ലാവർക്കും നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ടാഗ് ചെയ്താൽ മതി. അങ്ങനെ പോലീസ്
ഫോട്ടോ എടുക്കാൻ നിൽക്കാം. എന്തല്ലേ പോലീസുകാരൻ നമ്മുടെ ബൈനക്കുളർ പോലത്തെ സാധനം, ബൈനക്കുളർ അല്ല, ഐ മീൻ GPS സ്പീഡ് മെഷീനും വെച്ച് നോക്കി നിൽക്കുക. ഏതെങ്കിലും ഒരു ദൂരെ പോയി അവനെ അപ്പം പൊക്കി. ഓ ഗൈസ്, കാടൊക്കെ നന്നായിട്ട് വളർന്നു. ഈ റോഡ് ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ. ഞാൻ 2 കൊല്ലം മുമ്പൊക്കെ ഇതിൽ പോകുമ്പോൾ ഉണങ്ങി കിടക്കുമായിരുന്നു. ഇപ്പം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. സിഡ്നിയിൽ നല്ല മഴയാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാടൊക്കെ വളർന്നത്. അയ്യോ, വളവത്തിരി ഓളം സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇതാണ് ബൈക്കിംഗ് റൂട്ട്. അത് ഇനിയുള്ളൊരു പ്രശ്നം തന്നെ, ഹെൽമെറ്റ് കാണിച്ചിട്ട് പോകണം. ഇഷ്ടം പോലെ ഈ ബഗ്സ് വന്നിങ്ങനെ പൊട്ടിത്തെറിക്കും. See you. See you. Nice meeting you, man. See you next time. Yeah.